ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നല്ലേ, നമ്മുടെ ട്രിവാൻഡ്രത്തിലുള്ള വെള്ളായണി ലേക്കിലേക്കുള്ള യാത്രയിലാണ്. അവിടെ റോഡിൻ്റെ പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധികം അവിടെ വ്ളോഗ്സ് എടുക്കാനൊന്നും പറ്റാത്ത സാഹചര്യമാണ്. എന്നാലും ഞാൻ ഇതുവരെ ആ ലേക്കിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഈ യാത്ര. അതുകൊണ്ടാണ് കുറച്ച് അവിടേക്ക് പോകുന്ന ഈ റോഡ് കൂടി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തെക്ക് മാറി കോവളത്തിന് സമീപം കല്ലിയൂർ അതുപോലെ വെങ്ങാനൂർ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു തടാകമാണ് വെള്ളായണി തടാകമെന്ന് പറയുന്നത്. കോവളത്ത് നിന്ന് ഏകദേശം നമുക്ക് 7 കിലോമീറ്ററോളം ദൂരമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ ഏകദേശം 45 മിനിറ്റോളം, അതായത് ഒരു 20 കിലോമീറ്ററോളം ദൂരമാണ് ഈ സ്ഥലത്തേക്ക് എത്താൻ. ഇവിടെ തന്നെ വെള്ളായണി കാർഷിക കോളേജ് കൂടിയുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായ പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞതാണ് ഈ വെള്ളായണി കായലിലേക്ക് പോകുന്ന ഈ വഴി എന്ന് പറയുന്നത്. അതുപോലെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ കായലിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 450 ഹെക്ടറോളമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ കായലിലെ പകലൂർ കുടിവെള്ള പദ്ധതിയിലാണ് കല്ലിയൂർ, വെങ്ങാനൂർ, തിരുവല്ലം ഭാഗങ്ങളിൽ ശുദ്ധജലം പ്രദാനം ചെയ്യുന്നത്. ധാരാളം താമരപ്പൂക്കൾ പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ പൂക്കളൊന്നുമില്ലാത്ത ഒരു ടൈമാണെന്ന് തോന്നുന്നു. ഇവിടെ പൂക്കളൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതാണ് വെള്ളായണി കായലിനെ കുറിച്ചുള്ള ഒരു വിവരണം പറയാൻ. അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഇവിടം. നമ്മുടെ കായലുകളും അതുപോലെ തന്നെയുള്ള ജലസ്രോതസ്സുകളുമൊക്കെ കഴിവിൻ്റെ പരമാവധി നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഇതൊരു കുടിവെള്ള പദ്ധതി കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ജലസ്രോതസ്സുകളെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് കൂടി വിശ്വസിക്കുന്നു. അപ്പോൾ പ്രകൃതിയെ ഒരു തരത്തിലും അതായത് ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജലം അമൂല്യമാണല്ലേ. എത്രയോ സ്ഥലങ്ങളിൽ ശുദ്ധജലം കിട്ടാതെ ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് ജലം എന്ന് പറയുന്നത് എപ്പോഴും അമൂല്യമാണ്. വാട്ടർ ഈസ് സോ മച്ച് പ്രഷ്യസ് എന്ന് ഓരോ ഭാഗത്തും അവിടെ എഴുതി വെച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സമയമാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. പിന്നെ ധാരാളം പക്ഷികളെയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ധാരാളം മീനുകളും ഈ ജലസ്രോതസ്സിലുണ്ട്. അതുപോലെ താമരപ്പൂക്കൾ അധികമൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വിഷമകരമായ കാര്യം തന്നെയായിരുന്നു. മറ്റൊരവസരത്തിൽ ഞാൻ വെള്ളായണി വന്ന് നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് വീഡിയോയിലേക്ക് പകർത്താൻ ശ്രമിച്ചത്. മുന്നേ തന്നെ ഞാൻ പറഞ്ഞു, വെള്ളായണി ട്രിവാൻഡ്രത്തിന് ഏകദേശം 20 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നിങ്ങൾക്ക് എത്താവുന്ന ഒരു ദൂരത്ത് മാത്രമാണ്. ഇതിൻ്റെ മറു സൈഡിൽ വെള്ളായണി ദേവീക്ഷേത്രവും അതുപോലെ തന്നെ നല്ല മറ്റൊരു കാഴ്ച കൂടി കാണാം. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവർക്ക് നേമം വഴിയും പ്രാവച്ചമ്പലം വഴിയുമൊക്കെ ട്രാവൽ ചെയ്ത് ഇവിടേക്ക് വരാവുന്നതാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ഈ കാർഷിക കോളേജിൻ്റെ അടുത്താണ് വന്ന് പെട്ടത്. അതുകൊണ്ട് തന്നെ മറ്റു സ്ഥലത്തേക്ക് പോകാനുള്ള ടൈമും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ മാത്രമാണ് നമ്മൾ വീഡിയോയിലേക്ക് പകർത്താൻ ശ്രമിച്ചത്. ഇനി മറ്റൊരു ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിൻ്റെ. ആ തടാകമാണ് ഏറ്റവും ഫ്രഷായിട്ടുള്ള പ്യുവർ വാട്ടർ സോഴ്സ് എന്ന് പറയപ്പെടുന്നതെന്ന് പറയുന്നു. അതിനെ നമ്മൾ ക്വീൻ ഓഫ് ലേക്സ് എന്നും പറയുന്നു, ശാസ്താംകോട്ട ലേക്കിനെ. അപ്പോൾ പക്ഷേ നമുക്ക് ട്രിവാൻഡ്രത്തുകാർക്ക് വെള്ളായണി കായൽ എന്തുകൊണ്ടും പ്രിയപ്പെട്ട ഒരു കായൽ തന്നെയാണ്. കാരണം ഇവിടെ വന്ന് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ സമയം പോകുന്നത് പോലും നമ്മളറിയില്ല. കൂടുതൽ സമയം നിൽക്കാനായി നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലൊരു ആഗ്രഹമുണ്ടാകും. നോക്കും, മേഘങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിനെ തൊട്ട് കിടക്കുന്ന ഈ ഒരു അതിമനോഹരമായ പച്ചപ്പാർന്ന ഈ ഭൂപ്രദേശം എല്ലാം കൊണ്ടും മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ഒരുപോലെ സന്തോഷം പകരുന്ന കാഴ്ച തന്നെയാണ്. വളരെ കുറച്ചേ കാണാൻ സാധിച്ചുള്ളൂ എങ്കിലും ആ കാഴ്ചകൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന കാഴ്ചയായി തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ധാരാളം പക്ഷികൾ ഇവിടെ ഇങ്ങനെ കൊക്കുകൾ, അതുപോലെ പലതരത്തിലുള്ള ഈ കടൽ കാക്കകളെ പോലെ സമാനമായ പക്ഷികൾ, ഒരുപാട് ജീവജാലങ്ങളുടെ ഒരു സ്രോതസ്സ് കൂടിയാണ് ഈ തടാകം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ തടാകത്തിൻ്റെ ശുദ്ധിയും അതുപോലെ തന്നെ അതിൻ്റെ ശുചിത്വവും പാലിക്കേണ്ടത്
ആവശ്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഈ ഇവിടുത്തെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നമ്മുടെ കാല് കഴുകുന്നതും ചെരുപ്പിൽ പറ്റുന്ന ചെളിയൊക്കെ കഴുകി വിടുന്നതുമൊക്കെ എൻ്റെ കാഴ്ചയിൽപ്പെട്ടു. പക്ഷേ ഇതൊരു മറ്റുള്ളവർക്ക് ജലം എത്തിക്കുന്ന കുടിവെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സ് കൂടിയാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വീണ്ടും ഇവിടെ നിങ്ങളോട് പറയുന്നത്. ഓരോ യാത്രകളും നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ നമ്മൾ തിരിച്ചിങ്ങനെ പോകുമ്പോൾ വീണ്ടും ഇനി എന്നാണ് ഒരു യാത്ര എന്നാലോചിച്ച് മനസ്സിൽ വല്ലാത്ത ഒരു അതിനെ ദുഃഖമെന്നോ അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു തരത്തിലുള്ള ഒരു നഷ്ടബോധം. ഇനി അടുത്ത ഒരു യാത്രയിൽ വീണ്ടും ഇതുപോലുള്ള മനോഹരമായ പ്രകൃതിയും അതുപോലുള്ള കാഴ്ചകളും കാണാമെന്നും അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുമുള്ള ഓരോ പ്രതീക്ഷയിലാണ് ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ കാഴ്ചകളും കണ്ടിട്ട് മടങ്ങുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് പോയ സ്ഥലങ്ങളിലൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് എനിക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നില്ല. യൂട്യൂബിൽ ഞാനൊരു വ്ളോഗ് ചെയ്യുന്ന ആളായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഇപ്പോഴും മിസ് ചെയ്യുന്നു. ഇപ്പോൾ ആലോചിക്കുകയാണ് അതെല്ലാം ഞാൻ ഒരുപക്ഷെ വ്ളോഗിലെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വീണ്ടും പറയുകയാണ്. പരിമിതമായ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. പരിമിതമായ ക്യാമറയിലാണ് ഞാനിതെല്ലാം പകർത്തുന്നത്. അതിൻ്റേതായ തെറ്റും കുറ്റങ്ങളും എല്ലാം ഉണ്ടാവും. ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും നന്ദി പറയുകയാണ് വീണ്ടും. ഇത് മടക്ക യാത്രയാണ് തിരിച്ച് വീട്ടിലേക്ക്. അടുത്ത ഒരു യാത്രയിൽ വീണ്ടും നമുക്ക് കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഓരോ യാത്രയും നമ്മുടെ മനസ്സിൽ തരുന്നതല്ലേ. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലുള്ള വ്ളോഗുകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫ്രീ ടൈമും അതുപോലെ സമയവും സന്ദർഭമൊക്കെ കിട്ടുന്ന സമയത്ത് എൻ്റെ വ്ളോഗ് കണ്ട് നല്ല നല്ല കമൻസും അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം കേട്ടോ.